ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രോസ് റോഡ്സ് എന്ന ഫിലിം കോമ്പറ്റീഷൻ വളരെ ഭംഗിയായി ക്രമീകരിക്കുന്നതിന്, വളരെ അനുഗ്രഹീതമായി പര്യവസാനിക്കുന്നതിന് ദൈവം കരുണ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുബിൻ അച്ഛനെയും എല്ലാ സഖ്യം പ്രവർത്തകരെയും ഞാൻ ഓർത്ത് സന്തോഷിക്കുകയും അവരോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. 12 ടീമുകളെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് കൊച്ചു കാര്യമല്ല. അതിന് പിന്നിൽ നടന്നിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളെയും, വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങിനെയും പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഒരു വലിയ പ്രതീക്ഷയാണ് തീർച്ചയായും ഈ ഒരു കോമ്പറ്റീഷൻ സഭയ്ക്ക് നൽകുന്നത്. പങ്കെടുത്ത 12 ടീമുകളും വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ട് വളരെയധികം അർത്ഥവത്തായ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന ഷോർട്ട് ഫിലിം എന്ന നിലയിൽ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. അത് ദൈവം നൽകിയിട്ടുള്ള താലന്തുകൾ അത്തരത്തിൽ ദൈവനാമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം, ഞാൻ ബ്ലസ്സി. കനേഡിയൻ മർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്രോസ് റോഡ് എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു ജൂറിയാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വിദേശത്ത് ജീവിക്കുന്ന മലയാളികളായ വിവിധ ഇടവകകളിലുള്ള ഏതാണ്ട് 12ഓളം ചർച്ചസിൽ നിന്ന് വന്ന വലിയൊരു കോമ്പറ്റീഷൻ, എല്ലാം ഒന്നിനൊന്ന് വളരെ നല്ല രീതിയിൽ, മെച്ചം എന്ന് പറയുമ്പോൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ വിദഗ്ധമായ രീതിയിലുള്ള സ്ക്രിപ്റ്റും അഭിനയവും ഷൂട്ടിങ്ങും ഒക്കെ നന്നായ രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഡോൺ മാക്സ്. ദ കനേഡിയൻ മർത്തോമ യുവജന സംഘം സംഘടിപ്പിച്ച ദ ക്രോസ് റോഡ്സ് എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ജഡ്ജിംഗ് പാനലിൽ അംഗമാകാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. ഇതിലെ ഫിലിംസ് എല്ലാം എനിക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് അപ്കമിങ് ടാലൻസ് ഇതിൽ എൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് അതിമനോഹരമായിട്ട് തന്നെ ചില ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇവർക്കെല്ലാവർക്കും എൻ്റെ ഒരുപാട് അഭിനന്ദനങ്ങൾ. മക്കളെ, അപ്പൊ going to work. ബൈബിൾ വായിച്ചിട്ട് ഉറങ്ങിക്കോ. Jesus answered them, "The hour has come for the Son of Man to receive great glory. Very truly I tell you, unless a kernel of wheat falls to the ground and dies, it remains only a single seed." Dad, what does this verse mean? മക്കളെ, ഞാൻ ഇറങ്ങിയ മമ്മി ഇറങ്ങുമ്പോ ചോദിക്ക്. Those who love their own life will lose it. Those who hate their own lives in this world will keep it for life eternal. ഹലോ അഞ്ജു ചേച്ചി, ഞാൻ സ്നേഹയാണ്. എന്തുണ്ട് വിശേഷം? ഡിന്നർ കഴിഞ്ഞോ? കഴിഞ്ഞു. നീ പറയടാ. ചേച്ചി, നമ്മൾ സേവിക സംഘമായി നെക്സ്റ്റ് മന്ത് ഒരു ഫെസിലിറ്റി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വരണേ. അത് നിങ്ങളിവിടേക്ക് അങ്ങ് പോയാ പോരെ? ഇത് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി റീഹാബ് ഫെസിലിറ്റി ആണ്. മെന്റൽ ഹെൽത്ത്, ഡ്രഗ് അഡിക്ഷൻ റീഹാബ് ഒക്കെ ചെയ്യുന്നതാണ്. ചേച്ചിക്ക് മെന്റൽ ഹെൽത്ത് ആൻഡ് സൈക്കാട്രി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതല്ലേ?
നമ്മൾ ട്രാക്ട് കൊടുക്കാനാണ് പോകുന്നത്. പിന്നെ ഒരു പാട്ടൊക്കെ പാടി ഒരു ചെറിയ കോറിയോഗ്രാഫി ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത സോഷ്യൽ വർക്കറും ഓക്കെ പറഞ്ഞു. അതിന് നമ്മൾ അവിടെ ജോലി എടുക്കാനൊന്നും പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ കൂടെ ജോലി എടുക്കുന്നതിനാ മഹാബോറാണ്. ഇവന്മാരൊക്കെ പിന്നെ പുറത്തിറങ്ങി 10 times വലിച്ചു കയറ്റും. നിങ്ങൾക്ക് വല്ല നഴ്സിംഗ് ഹോം വല്ലതും നോക്കരുതോ? ആരെങ്കിലും ഒക്കെ ഒന്ന് നന്നാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ. ഇപ്പൊ അവിടെ ഒരുപാട് സൗത്ത് ഏഷ്യൻസും ഉണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ വർക്കർ നമ്മളെ കണക്ട് ചെയ്തത്. ഒരു ട്രാക്ട് കൊടുത്താൽ ഇവരങ്ങ് നന്നാവുമോ? നീ ഒന്ന് പോയേ. അല്ലെങ്കിലും ഈ IT ഫീൽഡിലുള്ള നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചൊരു ചുക്കും അറിയില്ല. നിങ്ങളുടെ ഓരോ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടും. കർത്താവ് വിചാരിച്ചാൽ പോരെ ചേച്ചി. അനുതാപവും പാപബോധവും ഒക്കെ അവർക്ക് വന്നോളും. ഒന്ന് വായോ. ഞാൻ നോക്കട്ടെ, പറയാം. നോക്കിയാ പോരാ, വരണം. ആ ശരി. ഹാൻഡപ്പോ, എത്ര നാളായിടാ നീ എന്നൊന്ന് വിളിച്ചിട്ട്? ഡോളേഴ്സൊക്കെ കൂടി നിന്റെ ബാങ്ക് അക്കൗണ്ട് പൊട്ടിപ്പോയെന്ന് കേട്ടല്ലോ. ഞാൻ വിളിച്ചത് നിന്റെ ഫ്രണ്ട് അർപ്പിതയില്ലേ? നീ തേച്ചവളെന്ന് പറയടാ. അതല്ല അഞ്ജു, ഇന്നലെ അർപ്പിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവളെ ഇന്നലെ റിമാൻഡ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ അടച്ചേക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അവള് ഒറീസയിൽ ഒരു ലെപ്രസി മിഷൻ ഹോസ്പിറ്റലല്ലേ വർക്ക് ചെയ്യുന്നത്. അവളെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തത്? അവർ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ചിന് മുമ്പ് പ്രോഗ്രാമിന് പോയപ്പോഴാണ് മതപരിവർത്തനം ആരോപിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്തത്. ഒത്തിരി അടിയും കിട്ടി, മെന്റലി ഒത്തിരി ടോർച്ചറും ചെയ്തു. അതെ, ഞാൻ നിനക്കൊരു വോയിസ് ക്ലിപ്പ് അയക്കാം. അതെ, ഞാനിപ്പോൾ ജോലിയില്ല. നീ ആ ഗ്രേസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുക. കാര്യം അവർക്ക് കുറേ നോർത്ത് ഇന്ത്യൻ കണക്ഷൻ ഒക്കെ ഉള്ളതല്ലേ, അവർക്ക് കൂടുതൽ അറിയായിരിക്കും. हमारे बहनों को उड़ीसा के बांग्लापुरा गांव में गिरफ्तार कर लिए गए हैं। उन पर जबरदस्ती धर्म परिवर्तन का आरोप लगाया गया है, जबकि ये वास्तव में कुछ कुष्ठ रोगियों के लिए एक आउटरीच कार्यक्रम में गए थे। हमें इस गिरफ्तारी के पीछे कुछ राजनीति का संदेह है। कृपया उनके सेहत और रिहाई के लिए प्रार्थना करें। മക്കളെ ഒന്ന് പോയി അപ്പുറത്ത് പോയി കയറണേ. അവരെ ഞാൻ ഒരു വിധത്തിൽ അപ്പുറത്തെ റൂമിലാക്കി. ആ ചേച്ചി, ആ പറ. അയ്യോ, ആന്നോ? ഇടി എന്ത് പാടി, ഒരാഴ്ചയായിട്ട് ട്രക്ക് ഓടിച്ചിട്ട് ഇങ്ങോട്ട് പാടി. ആ ചേച്ചി ഒരു മിനിറ്റ്. അതെ, എന്റെ സീനിയറായിട്ട് പഠിച്ച അർപ്പിത ചേച്ചീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരാടി ഈ പാതിരാത്രിയിൽ അറസ്റ്റ് വരിച്ചേ? നീ ആ ഫോണൊന്ന് വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വായോ. നിങ്ങളൊന്ന് പോയി കിടന്ന് ഉറങ്ങുന്ന മനുഷ്യ. നീ ഡൽഹിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ, നിനക്കൊന്ന് അന്വേഷിക്കാമോ? അപ്പൊ നിങ്ങൾ ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ? ഞാൻ കാനഡയിൽ വരുന്നതിന് മുമ്പേ അർപ്പിതയായിട്ട് മെസ്സേജൊക്കെ അയക്കുമായിരുന്നു. പിന്നെ നിനക്കറിയാലോ, ഇവിടെ വന്ന് സെറ്റിൽ ആവാനുള്ള തിരക്കും എക്സാമും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങ് ഗ്യാപ്പായിപ്പോയി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളൊരു തമിഴ് ഡിവോഷണൽ സോങ് പാടുന്നത്, ഒരു കാക്കും വല്ല മീറ്റ് പേർ സോങ്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ കേട്ടത് ചേച്ചിക്ക് പകരമാണ് അർപ്പിത ചേച്ചി മിഷൻ വർക്കിന് പോയതെന്നാണല്ലോ. നീ അന്വേഷിച്ചിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാമോ പ്ലീസ്? ആ ഓക്കെ ചേച്ചി, ഞാൻ അന്വേഷിക്കാം. ശരി. BSc നഴ്സിംഗ് ഫൈനൽ ഇയറിൽ ഞാനും അർപ്പിതയും ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പിൻ്റെ ഒരു ക്യാമ്പിന് പോയി. അവിടെ വെച്ച് ഇമ്മാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷനിലെ മിഷണറി ഡോക്ടർ സ്റ്റാൻലിയുടെ പ്രസംഗം കേട്ട ഞാൻ ഫുൾ ടൈം മിഷണറി നഴ്സ് ആവാൻ ഡിസിഷൻ എടുത്തു. അർപ്പിത എന്നോട് പല ആവർത്തി ചോദിച്ചു, "Are you passionate about it?"
ഞാൻ അവളോട് നമ്മൾ കേരളത്തിൽ അനുഭവിക്കുന്ന പ്രിവിലേജസിനെ കുറിച്ച് പറഞ്ഞു, നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ അവസ്ഥകളെക്കുറിച്ചും. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ എൻ്റെ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ, ഇളയ പിള്ളേരുടെ വിദ്യാഭ്യാസം, അപ്പൻ്റെ ആരോഗ്യാവസ്ഥ എല്ലാം ആലോചിച്ചപ്പോൾ ഞാൻ എബ്രോഡ് അസൈൻമെൻറ്റ് എടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് പകരം മിഷൻ വർക്കിന് പോയതോ അർപ്പിതയും, അതും എന്നേക്കാൾ തികഞ്ഞ പാഷനോടുകൂടെ. അഞ്ജു, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ അർപ്പിത പോയി. അവൾക്ക് ജയിലിൽ വെച്ച് ഫീവർ കൂടി, പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല. സെപ്റ്റിസീമിയ ആയെന്നാ കേട്ടത്. ഐ എം സോ സോറി അഞ്ജു. അഞ്ജു 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 എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഐ എം സോ സോറി ഫോർ യുവർ ലോസ്. I'll call you later. Bye. ചേച്ചി അറിഞ്ഞായിരുന്നോ? ചേച്ചി, എനിക്ക് ഡൽഹിയിലെ ഒരു ഫ്രണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ചേച്ചി ഒന്ന് കേട്ടു നോക്ക്. हमारी प्यारी बहन अर्पिता भगवान को प्यारी हो गई. उन्होंने मसीहा में एक सार्थक जीवन जिया. उन्होंने कई लोगों को हमारे प्रभु की ओर आकर्षित किया. उनके जीवन को देखकर कई लोगों ने मिशनरी बनने के लिए खुद को समर्पित किया है और उनमें से कुछ आज भी हमारे मिशनरी अस्पतालों में काम कर रहे हैं. Very truly, I tell you, unless a kernel of wheat falls to the ground and dies, it remains only a single seed. But if it dies, it produces many seeds. സ്നേഹ, ഐ എം റെഡി ഫോർ ദ ഫെസിലിറ്റി വിസിറ്റ്. ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. Good.